In this section, we will discuss about origin of differential equation, solution of differential equation. First, origin of differential equation. Most of the problems arising in geometry, physics or engineering can be expressed in the form of differential equations. ഒരു എക്സാമ്പിൾ, അതായത് നമുക്ക് ഫിസിക്സിലെ ആണെങ്കിലും എഞ്ചിനീയറിംഗിലെ ആണെങ്കിലും അല്ലെങ്കിൽ ജോമെട്രിയിലാണെങ്കിലൊക്കെ എല്ലാ പ്രോബ്ലത്തിനും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ജോമെട്രിക്കൽ പ്രോബ്ലം, ഫിസിക്കൽ പ്രോബ്ലം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അപ്പം ജോമെട്രിക്കൽ പ്രോബ്ലം അതിനുള്ള എക്സാമ്പിളാണ്. എ കർവ് ഈസ് ഡിഫൈൻഡ് ബൈ ദി കണ്ടീഷൻ ദാറ്റ് at each of its points xy its slope is equal to 5 times the abscissa of the point. Express this in terms of differential equation. അതായത് ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കർവാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് വൈ എന്ന് പറഞ്ഞ പോയിൻ്റ്, അതായത് ആ സ്ലോപ്പ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ടൈംസ് ദി അബ്സിസ ഓഫ് ദി പോയിൻ്റ്. ഇവിടെ അബ്സിസ എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിലെ പോയിൻറ്റ്സ്, ദ പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് ആണ് അബ്സിസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇതിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 5 ടൈംസ് ദ അബ്സിസ ഓഫ് ദി പോയിൻ്റ്. നമുക്കറിയാം സ്ലോപ്പിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ സ്ലോപ്പ്. നിങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതാണ് ഡി വൈ ബൈ ഡി എക്സ് ആണ് സ്ലോപ്പ് എന്നുള്ളത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു അബ്സിസ ഓഫ് ദി പോയിൻ്റ്, 5 ടൈംസ് ദി അബ്സിസ ഓഫ് ദി പോയിൻ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അബ്സിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിലെ പോയിൻ്റാണ്. അപ്പോൾ എക്സ് ആക്സിലെ പോയിൻ്റ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. 5 ടൈംസ് ദി അബ്സിസ ഓഫ് ദി പോയിൻ്റ്, അപ്പം 5x. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 5x എന്ന് കിട്ടും. അതേപോലെ ഒരു ഫിസിക്കൽ പ്രോബ്ലം നോക്കാം. ഫിസിക്സ് എന്നുള്ള ഒരു പ്രോബ്ലമാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവ്സ് അലോങ് ദി എക്സ് ആക്സിസ് വൈ സബ്ജക്റ്റ് ടു എ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ഒ ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഡയറക്റ്റഡ് ടുവേഴ്സ് ഒ. എക്സ്പ്രസ് ദ കണ്ടീഷൻ ബൈ മീൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം, നിങ്ങൾ പണ്ട് മുതലേ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. അവിടെ എം എന്ന് പറയുന്നത് മാസും എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞില്ല. അപ്പം ഈ ഫോഴ്സ് നമുക്കറിയാം എം എ ആണ്. അപ്പോൾ എം എ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അപ്പോൾ എം എ പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പം എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എക്സ്. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു കെ കൊടുത്തു. ഇവിടെ മൈനസ് സൈൻ ഡിനോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് മൈനസ് സൈൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിലേഷൻ ഓർ ഇക്വേഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾസ് വിച്ച് ഇൻവോൾവ്സ് ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒബ്റ്റെയിൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അസോസിയേറ്റഡ് വിത്ത് ദി പ്രിമിറ്റീവ് y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കുക, അതായത് പ്രിമിറ്റീവ് വന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ എന്താണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാക്കണമെങ്കിൽ ഈ എയും ബിയും സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ഈ എനെയും ബിനെയും സിനെയും ഇവിടുന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ ഡിഫറൻസിയേഷൻ ടു എ എക്സ് പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടി. ഇനി അപ്പോഴും ഇവിടെ എന്തുണ്ട്? എയും ബി എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് അവിടെയുണ്ട്. അപ്പോൾ ഈ എനെയും ബിനെയും റിമൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2a. പിന്നെ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. വീണ്ടും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി ക്യൂ വൈ ബൈ ഡി എക്സ് ക്യൂബ്. നമുക്കറിയാം കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇതാണ് തന്ന ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്.
അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെയും നോക്കുക എയും ബിയും സി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു, dy/dx കണ്ടു. അപ്പം 3ax² പ്ലസ് ബി എന്ന് കിട്ടി. അതുപോലെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ d²y/dx² ദാറ്റ് ഈസ് ഈക്വൽ ടു 3a കോൺസ്റ്റൻ്റ് ആണ്. x² ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2x വരും. അപ്പം 2x ഇൻറ്റു 3 എന്ന് പറയുന്നത് 6ax എന്ന് പറഞ്ഞിട്ട് വന്നു, പ്ലസ് ബിൻ്റെത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ 0 വന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ദെൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 6a എന്ന് കിട്ടി. പിന്നെയും നോക്കുക എ എന്ന് പറഞ്ഞ ആർബിട്രറി കോൺസ്റ്റൻ്റ് വന്നു, വീണ്ടും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ഫോർത്ത് ഡെറിവേറ്റീവ് കിട്ടും ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ പ്രിമിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ODE. ഒരു ODEൻ്റെ സൊല്യൂഷൻ, അതായത് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത്. എ ഫംഗ്ഷൻ y ഈക്വൽ ടു g of x ഈസ് കോൾഡ് എ സൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൺ സം ഇൻറ്റർവൽ a ലെസ് ദാൻ x ലെസ് ദാൻ b. If g of x is defined and differentiable throughout that interval and is such that the equation becomes an identity when y and y dash are replaced by g and g dash respectively. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കാര്യം വെച്ചാൽ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ ആവണമെങ്കിൽ അത് എന്താവണം, ആ തന്നിരിക്കുന്ന ഇൻ്റർവെൽ അത് ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ ഡിഫറൻഷ്യബിളും ആയിരിക്കണം ത്രൂ ഔട്ട് ഇൻ്റർവെല്ലിൽ. ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലാണ്, അത് ഇൻഫിനിറ്റി ആവാം. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഏതൊരു ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ എയ്ക്കും ബിക്കും ഇടയിൽ അത് ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് സാധാരണ നമുക്കൊരു ഇക്വേഷൻ തരുവാണെങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലാതെ സാധാരണ ഒരു ഇക്വേഷൻ തരുവാണെങ്കിൽ തന്നെ സൊല്യൂഷൻ ആണോ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലും ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ നമ്മൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ വാല്യൂവിനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെരിഫൈ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു g of x ഈക്വൽ ടു e റൈസ് ടു 2x ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു 2y, അതായത് ഈ y ഈക്വൽ ടു e റൈസ് ടു 2x എന്ന് പറയുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെ കിട്ടുക, രണ്ടും ഈക്വലായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അത് എത്തുന്നുണ്ടോ നോക്കുക. അതല്ല വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന y ഈക്വൽ ടു e റൈസ് ടു 2x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കാരണം ഇവിടെ dy/dx ആണ് ആവശ്യമുള്ളത്. അപ്പം dy/dx ചെയ്യാൻ വേണ്ടി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2e റൈസ് ടു 2x എന്ന് കിട്ടും. e റൈസ് ടു 2xൻ്റെ ഡിഫറൻസിയേഷൻ, e റൈസ് ടു xൻ്റെ ഡിഫറൻസിയേഷൻ നമുക്കറിയാം e റൈസ് ടു x തന്നെയാണ്. അപ്പോൾ e റൈസ് ടു 2xൻ്റെ e റൈസ് ടു 2x ഇൻറ്റു 2xൻ്റെ ഡിഫറൻസിയേഷൻ 2 വരും. അപ്പോൾ 2e റൈസ് ടു 2x എന്ന് നമുക്ക് ഡിഫറൻസിയേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ dy/dx നമുക്കിപ്പം കിട്ടി 2e റൈസ് ടു 2x ആണ്. അതുപോലെ ഈക്വൽ ടു 2 ഇൻറ്റു y എന്ന് പറയുന്നത് e റൈസ് ടു 2x. അപ്പോൾ 2 ഇൻറ്റു e റൈസ് ടു 2x. അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടി, ഒരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്, അതായത് തന്നിരിക്കുന്ന y ഈക്വൽ ടു e റൈസ് ടു 2x എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് മീനിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, dy/dx കണ്ടു നോക്കുക. അപ്പം 2e റൈസ് ടു 2x എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു e റൈസ് ടു 2x നമുക്കറിയാം y ആണ്. അപ്പോൾ 2y എന്ന് കിട്ടി. അപ്പം തന്നിരിക്കുന്ന ഡിഫറൻസിയേഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ y ഈക്വൽ ടു c/x വേർ x നോട്ട് ഈക്വൽ ടു 0 ഈസ് എ സൊല്യൂഷൻ ഓഫ് y ഡാഷ് ഈക്വൽ ടു -y. സെയിം പ്രൊസീജിയർ തന്നെ y ഈക്വൽ ടു c/x നമുക്ക് തന്നിട്ടുണ്ട്. y ഡാഷ് ഇവിടെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എക്സും y ഡാഷും ഉണ്ട്. അപ്പം y ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നു. y ഡാഷ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. c കോൺസ്റ്റൻ്റ് ആണ്, 1/xൻ്റെ ഡിഫറൻസിയേഷൻ -1/x². അപ്പം പിന്നെ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അത് LHSലുള്ളത് x ഇൻറ്റു y ഡാഷ് ആണ്. അപ്പോൾ x ഇൻറ്റു y ഡാഷ് ഇപ്പം കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -c ഇൻറ്റു x² ദാറ്റ് ഈസ് ഈക്വൽ ടു x ക്യാൻസൽ ചെയ്ത് -c/x ദാറ്റ് ഈസ് ഈക്വൽ ടു -y.
ഇത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്താണ് ഈ y ഈക്വൽ ടു സി ബൈ എക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ദെർഫോർ y ഈക്വൽ ടു സി ബൈ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ. ദെൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് തന്നതാണ്. അത് സെയിം പ്രൊസീജിയർ തന്നെയാണ്, എളുപ്പമാണ്. വെരിഫൈ ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗിവൺ ടു ദി റൈറ്റ് ഓഫ് ഇറ്റ്. അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് y എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ y ഡാഷ് പ്ലസ് 8y ഈക്വൽ ടു 0 എന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ y ഡാഷ് നിങ്ങൾ കണ്ടുപിടിക്കുക, y തന്നിട്ടുണ്ട് y ഡാഷ് കണ്ടുപിടിക്കുക. ദെൻ y ഡാഷ് പ്ലസ് 8y ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടുന്നുണ്ട് നോക്കാം. 0 കിട്ടുന്നുണ്ടെങ്കിൽ ഈ y ഈക്വൽ ടു c റേസ് ടു മൈനസ് 8x എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ജനറൽ സൊല്യൂഷൻ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻസ്. ദ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ODE which contains one arbitrary constant, say c, which can take infinitely many values is called general solution. അത് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്തായാലും ജനറൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ആർബിട്രറി കോൺസ്റ്റൻ്റ് നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിക്ക് എത്ര വാല്യൂ, അതായത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ വാല്യൂസ് ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുക. ഇനി എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ജനറൽ സൊല്യൂഷനിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ. അതായത് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. അതായത് ഈ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി ആണ് ഇവിടെ ഉള്ളത്. y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ സൊല്യൂഷൻ ആണോ ഇതെന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം, y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പം y ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സിൻ്റെത് 0 ആയിപ്പോയി. y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ജനറൽ സൊല്യൂഷനാണ്. കാരണം ഇവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ സൊല്യൂഷനാണ്. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഒരു സി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, ആ സിക്ക് നമ്മൾ പർട്ടിക്കുലർ ആർബിട്രറി വാല്യൂ, ആ കോൺസ്റ്റൻറ്റ് ആ സിക്ക് പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് എ സൊല്യൂഷൻ ഒബ്റ്റെയിനബിൾ ഫ്രം ദി ജനറൽ സൊല്യൂഷൻ ബൈ ഗിവിംഗ് പർട്ടിക്കുലർ വാല്യൂ ടു ദി ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി ഈസ് കോൾഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് നമുക്ക് കിട്ടുന്ന ജനറൽ സൊല്യൂഷനിൽ സിക്ക് പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുക. അതായത് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അതൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ തന്നെ, y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ നമ്മൾ പറഞ്ഞു y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. ഇപ്പോൾ ഈ സിക്ക് നമുക്ക് ഏത് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്താലും കിട്ടുന്നതിനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പം നമ്മളിപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പം y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 2, അതുപോലെ തന്നെ y ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് 3/5. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ്. ഇനി ഇതൊരു ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ദ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് ആൻ ഇൻഫിനിറ്റ് ഫാമിലി ഓഫ് കർവ് ഈസ് കോൾഡ് ഇൻ്റഗ്രൽ കർവ്സ്. അതായത് നമ്മൾ പറഞ്ഞു ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. അത് ഇപ്പം നേരത്തെ ഇക്വേഷനിലാണെങ്കിൽ സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയുന്നൊരു y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ജനറൽ സൊല്യൂഷനാണ് സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതിനെന്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ ജോമെട്രിക്കൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ എക്സിൻ്റെ കർവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ഫോമിലല്ലേ സൈൻ എക്സിൻ്റെ കർവ് വരിക. അതായത് സൈൻ എക്സ് മാത്രമാണെങ്കിൽ നമ്മൾ അറിയാം ഈ ഇങ്ങനെ ഇതാണ് സൈൻ എക്സിൻ്റെ കർവ് പോകുന്നത് അല്ലേ. അപ്പം ഇനി അതേപോലെ സൈൻ എക്സിന്, അതായത് സൈൻ എക്സ് ഈ സിക്ക് പകരം 1 ഇട്ട് കൊടുത്തെന്ന് ചോദിക്കുക, സൈൻ എക്സ് പ്ലസ് 1, അപ്പോൾ അത് ഈ ഒരു ഫോമിലേക്ക് വരും. അതേപോലെ ഓരോ വാല്യൂ സൈൻ എക്സ് പ്ലസ് 2 അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി കർവ്സ് നമുക്ക് ഓരോ വാല്യൂ സിക്ക് ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴും ഇൻഫിനിറ്റ്ലി മെനി കർവ്സ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ കർവ്സ് എന്ന് പറയാം.
അപ്പോൾ ഈച്ച് ഇൻ്റഗ്രൽ കർവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് സി ആൻഡ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ഓഫ് സി. അപ്പോൾ ഓരോ സിക്കും ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഓരോ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓരോ സിക്കും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും. അതിനെ ആ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിനിറ്റ് ഫാമിലി ഓഫ് കർവ് കിട്ടും. ആ കർവിനെയാണ് ഇൻ്റഗ്രൽ കർവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട്. ദ സൊല്യൂഷൻ ടു ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇസ് യൂണീക്ക്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അതായത് ഒറ്റ ഒന്ന് മാത്രമേ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, അതായത് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ പറഞ്ഞത് സിക്ക് ഏത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഇട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ സിക്ക് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒറ്റൊരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് യുണീക്ക് ആയിരിക്കും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒറ്റയൊരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ് y ഓഫ് 0 ഈക്വൽ ടു 1 ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫോമിലാണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് എക്സ് ആണ്, y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ആ ഫോമിലാണ് ഇവിടെ ഉള്ളത്. y ഓഫ് 0 ഈക്വൽ ടു 1, അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്, വൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇസ് ആൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ ആണെന്നും അതുപോലെ ഇതിൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്നുള്ളത് അല്ലേ. നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ് ആണ് നമുക്ക് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. അതിൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ y ഓഫ് 0 ഈക്വൽ ടു 1, അതായത് ഇവിടെ എന്താണ്, എക്സ് നോട്ടിന് 0യും വൈ നോട്ടിന് 1 കൊടുക്കുന്നുണ്ട്. അപ്പം വൈ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പർട്ടിക്കുലർ ഇനീഷ്യൽ കണ്ടീഷനാണ്. അപ്പോൾ വൈ നോട്ട് ഈക്വൽ ടു സൈൻ എക്സ് നോട്ട് പ്ലസ് സി എന്നാണ് കൊടുക്കുക. അപ്പം വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, വൈ നോട്ട് ഈക്വൽ ടു ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു സൈൻ എക്സ് നോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ 0 പ്ലസ് സി. നമുക്കറിയാം സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു സി എന്ന് പറയും. അപ്പോൾ സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 1 കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു യുണീക്ക് സൊല്യൂഷൻ, സിൻ്റെ വാല്യൂ 1 കിട്ടിയത് കൊണ്ട് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1 ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Hence, the particular solution that satisfies the initial condition is given by y equal to sin x plus 1, which is the unique solution of the IVP. ഇത് ഞാൻ പറഞ്ഞു അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മുമ്പേ അറിയുന്നതാണ്, അതാണ് അത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ പറഞ്ഞത്.